ബഹുമാനപ്പെട്ട രണ്ടാം ഖലീഫ ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് ഇറാഖിലെ ഒരുപാട് ഭൂമികൾ കിട്ടി, ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞു, ഇത് ഞങ്ങൾ കോരി വെച്ച് തരണം, സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. ഉമർത്താവ് പറഞ്ഞു, ഇല്ല, ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്ക്, ഖിയാമം വരെ വരുന്ന ആളുകൾക്ക് എന്ത് നമ്മൾ ബാക്കിയാക്കും? എല്ലാം നിങ്ങൾ കോരി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുമായിട്ട് അങ്ങനെ പോവില്ലേ? അതുകൊണ്ട് ഇത് പൊതു സ്വത്തായിട്ട് നിലനിർത്തണം, വഖഫായിട്ട് നിലനിർത്തണം എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. വഖഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരുപാട് വഖഫുകളുണ്ട്. അതൊക്കെ പലതും അന്യാധീനപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമിയായി നിൽക്കുകയാണ്. ഈ വഖഫുകളൊക്കെ സംരക്ഷിക്കപ്പെട്ട് അതിൻ്റെ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഈ സമുദായത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഉമറത്താബ് എന്ന് പറഞ്ഞ അതാണ്, ഇറാഖിലെ ഈ ഭൂമി നമ്മൾ വഖഫാക്കി വച്ചാൽ ഒരു അർമിലത്ത്, അതായത് വിധവയായ ഒരു സ്ത്രീയും മറ്റൊരാളുടെ മുൻപിൽ കൈ നീട്ടേണ്ട ഗതികേടുണ്ടാവില്ല. ഒരു വിധവയായ സ്ത്രീ എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്. വിധവയായ സ്ത്രീ ഈ ലോകത്ത് മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടേണ്ട അവസരം വരില്ല. അതുകൊണ്ട് ഞാൻ ഇത് വഖഫാക്കുന്നതെന്ന് പറഞ്ഞത്. അതാണ് നമ്മുടെ സ്ഥിതി. ഈ സ്വത്താണ് ഇന്ന് പലരും കയ്യേറ്റം ചെയ്ത് അന്യാധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശരിയായ മാർഗത്തിൽ ചെലവഴിക്കേണ്ട ഈ സ്വത്ത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തടയണം. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോർഡിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കലാണ്. വഖഫ് സ്വത്തുക്കൾ ആരെങ്കിലും കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കലാണ്. അതതിൻ്റെ ധർമ്മമാണ്, ഭരണഘടന അനുസരിക്കുന്ന ഒരു നിയമമാണ്. അതാണ് വഖഫ് ബോർഡ് ചെയ്യേണ്ടത്. ഇന്ന് പുതിയ കേന്ദ്ര സർക്കാർ ചില ഭേദഗതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ അമെൻമെൻറ്റിൽ ഒരുപാട് ദോഷകരമായ മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന്, യൂസർ വഖഫ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ വഖഫായി വരുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചു. പള്ളി നിർമ്മിച്ചാൽ പള്ളി വഖഫ് തന്നെയാണ്. അതിങ്ങനെ ആധാരമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ പള്ളി കാലാകാലങ്ങളായി ആൾക്കാർ നിസ്കരിച്ച് വരുന്നു, അല്ലെങ്കിൽ ഒരു മദ്രസ, അല്ലെങ്കിൽ ഒരു യതീംഖാന, അല്ലെങ്കിൽ ആൾക്കാർക്ക് വെള്ളം കുടിക്കാനുള്ള കിണർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഖഫാക്കിയാൽ അതിന് പിന്നെ ആധാരം തരേണ്ട ആവശ്യമില്ല. കാലങ്ങളായി നടന്നു വരുന്ന സംഭവങ്ങൾ അനുസരിച്ച് കൊണ്ട് അത് വഖഫായിട്ട് ചെയ്യിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സ്വത്തുക്കൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാം. അതിന് മാറ്റം വരുത്തി അത് രജിസ്റ്റർ ആവില്ല എന്നാണ് പറയുന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വഖഫാക്കണമെങ്കിൽ 5 കൊല്ലം ഇസ്ലാം ആവണം, എന്നാലാണ് 5 കൊല്ലം മുസ്ലിമായ ഒരാൾക്ക് വഖഫാക്കാൻ പാടുള്ളൂ. ഇന്നലെ മഞ്ഞാന്നോ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് വഖഫാകാൻ പറ്റില്ല. ഇതൊക്കെ നിയമങ്ങളാണ്, പുതിയ നിയമങ്ങളാണ്. ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി നമ്മളെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ 2 അമുസ്ലിങ്ങളെ വെക്കണം. 2 അമുസ്ലിങ്ങളെ വെക്കണം എന്ന് പറഞ്ഞാൽ എത്രയോ അമുസ്ലിങ്ങൾ. ഇപ്പം അഡ്വക്കറ്റിൻ്റെ പ്രതിനിധികൾ മുസ്ലിം ആയിക്കൊള്ളുന്നില്ല, MP MLA മാരുടെ പ്രതിനിധികൾ മുസ്ലിം ആയിക്കൊള്ളുന്നില്ല. ഇങ്ങനെയുള്ള എത്രയും മുസ്ലിങ്ങളല്ലാത്തവർ വരാം. അങ്ങനെ വന്നാൽ വഖഫ് ബോർഡിലെ ഭൂരിപക്ഷം ആൾക്കാർ വരെ മുസ്ലിങ്ങളല്ലാത്തവർ വരാവുന്ന ഒരവസ്ഥയുള്ളത്. അതിനിപ്പം കേസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതി ഒരു തടയിട്ടിട്ടുണ്ട്. 3 പേരെ ആകാൻ പാടുള്ളൂ, അതിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ അടിസ്ഥാന നിയമം, ഇപ്പം പുതിയ നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമം അനുസരിച്ച് കൊണ്ട് 2 പേരെ വെക്കണം എന്നാണല്ലോ. 2 പേരെ വെക്കണം എന്നുള്ളത് സഖാവ് പിണറായി സാർ പറഞ്ഞത് ഞാൻ എൻ്റെ കൈ കൊണ്ടത് വെക്കുന്നില്ല എന്നാണ്. എൻ്റെ കൈ കൊണ്ടത് ഞാൻ വെക്കുന്നില്ല, അതിന് ശക്തമായ നിലപാടുകൾ വരട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പിരിഞ്ഞു പോയത്. എന്നാൽ ഇന്ന് വന്ന് സർക്കാർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു. ആര്? BJPയുടെ വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. അത് PC ജോർജിൻ്റെ മകനാ, BJPക്കാരായ പ്രത്യേകം BJPൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഷോൺ ജോർജ്. അദ്ദേഹം പരാതി കൊടുത്തു. എന്താ കൊടുത്തത്? 2 അമുസ്ലിങ്ങളെ വെക്കാത്ത ഈ വഖഫ് ബോർഡ് പരിപൂർണമല്ല, അത് പിരിച്ചുവിട്ട് വേറെ വഖഫ് ബോർഡ് ഉണ്ടാക്കണം, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കണം എന്നാണ് കൊടുത്തത്. എന്നാൽ അതിനെതിരെ നമ്മൾ പറഞ്ഞെങ്കിലും അത് കൂട്ടാക്കാതെ വഖഫ് ബോർഡിൻ്റെ മേലെ ഒരു സെക്രട്ടറിയെ വെച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ്, ഒരു ഉത്തരവാണ് ഹൈക്കോടതി വിധിച്ചത്. നമ്മളെ പരമാധികാരം ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ മേലെ മറ്റൊരു സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യങ്ങൾ നടത്താവൂ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. വഖഫ് ബോർഡ് തന്നെ സുപ്രീം കോടതിയിൽ പോയി.
സുപ്രീം കോടതി അത് ശരിയല്ല, വഖഫ് ബോർഡെന്ന് പറയുന്നത് ഒരു 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 ജുഡീഷ്യറി, അതായത് ഒരു പരമാധികാരമുള്ള ഒരു ബോർഡാണ്, അതിൻ്റെ മേലെ മറ്റൊരു വെക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ മുമ്പ് നേരത്തെ ഇവിടെ പിണറായി പറഞ്ഞതുപോലെ തന്നെ 2024 ഇത് വന്നപ്പം തന്നെ അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ നിയമത്തിന് ഭേദഗതി ചെയ്യണം, 2 അമുസ്ലിങ്ങളെ വെക്കുന്നതടക്കമുള്ള വിഷയത്തിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് കേരള നിയമസഭയിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടാണ് അത് പാസ്സാക്കിയത്. മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാവരും പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 അമുസ്ലിങ്ങളെ വെക്കുന്നത് ശരിയല്ല എന്നാണ്. എന്നാൽ ഇപ്പം ഹൈക്കോടതിയിൽ ഇത് വന്നപ്പോൾ അവിടെ വാദിച്ചതെന്താ? കേരള സർക്കാരിൻ്റെ വക്കീലെന്താ വാദിച്ചത് സോൺ ജോർജിൻ്റെ ആ അന്യായം ശരിയാണ്, അതിനോട് കൂടെ ഞങ്ങൾ ഒത്തുചേരുന്നു എന്നാണ് പറഞ്ഞത്, അതിനോട് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 2 അമുസ്ലിങ്ങളെ വെക്കാത്ത വഖഫ് ബോർഡ് ശരിയല്ലെന്നും അത് പിരിച്ചുവിടുകയാണെങ്കിൽ 2 അമുസ്ലിങ്ങളെ വേണമെങ്കിൽ 2 RSSകാരെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിച്ചു കൊള്ളാമെന്ന ഒരു വിഷയമാണ് അവിടെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ വകുപ്പാണ്, ആ വകുപ്പടക്കമുള്ള അതിനെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞിരിക്കുന്ന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് ഇവരുടെ ന്യായം? ഇതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഹംസയാണ് ചെയർമാൻ, KS ഹംസ. അദ്ദേഹം ചെയർമാനായ ഒരു ബോർഡ് അവർക്ക് അത്ര തൃപ്തികരമല്ല എന്നുള്ളതൊരു കാര്യം. പിന്നെ സഖാവ് ഉമ്മർ ഫൈസിയാണ് മറ്റൊരാളുള്ളത്. സഖാവ് ഉമ്മർ ഫൈസി അവർ പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ബോർഡ് നമുക്ക് പറ്റില്ല എന്ന ഒരു നിലപാടിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മതപരമായ മൂല്യങ്ങൾ എന്തായിരുന്നാലും ശരി, തകർന്നാലും തിരക്കടില്ല, ഹംസയും ഉമ്മർ ഫൈസിയും മാറണം, ബോർഡ് മാറണം. സോൺ ജോർജിൻ്റെ കൂടെയുള്ള അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായാലും തിരക്കടില്ല, RSSൻ്റെ കൂടെ കൂടിയാലും തിരക്കടില്ല, എന്തായിരുന്നാലും തിരക്കടില്ല, വഖഫ് ബോർഡ് പറ്റില്ല എന്ന വാദം നോക്കണം. എന്നോട് പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 2 ആളെ വെക്കേണ്ടത് വഖഫ് ബോർഡിൻ്റെ കടമയല്ലല്ലോ, അത് സർക്കാരാണ് വെക്കേണ്ടത്. ഈ സർക്കാർ വെക്കാത്തതിനെ വെച്ച് പരിഹരിച്ചാൽ മതി എന്നുള്ളതിന് പകരം ഈ BJPൻ്റെ അല്ലെ RSSൻ്റെ വാദത്തോട് കൂടെ നിന്ന് നിങ്ങൾ തരം താഴേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വരേണ്ടി വന്നല്ലോ, അത് വരരുതായിരുന്നല്ലോ, അത് വരാതെ നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കി. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് മതമൂല്യങ്ങൾ എന്തായിരുന്നാലും ശരി, മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന പാർട്ടികൾ അത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. പൊതുജനങ്ങൾ അതിൻ്റെ പിന്നിലുള്ള പൊതുജനങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യവുമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഞാനൊന്നും ഇടപെടുന്നില്ല. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ പറയും. ഞാൻ സമസ്തയുടെ ഒരാളാണ്, ഒരു പണ്ഡിതനാണ്. അതോടുകൂടെ തന്നെ ഞാൻ പണ്ഡിത പ്രതിനിധിയല്ല, ഞാൻ മുത്തവല്ലി പ്രതിനിധിയാണ് എന്നുള്ളത് അത് കേസിൽ പറഞ്ഞിട്ടുണ്ട്. മുത്തവല്ലി കോട്ടയിലാണ് ഉമ്മർ ഫൈസി കയറിയത്, ഞാൻ മുത്തവല്ലിയല്ല എന്ന്. അതുകൊണ്ട് ഉമ്മർ ഫൈസിനെ പറ്റൂല. അതുപോലെ ഒരു അലിയുണ്ട്, അഡ്വക്കേറ്റ് അലി, അദ്ദേഹം പണ്ഡിതൻ്റെ കോട്ടയിലാണ് കയറിയത്, പണ്ഡിതനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അളക്കാനുള്ള കോലെന്താ ഇവിടെ? പണ്ഡിതൻ അളക്കാനുള്ള കോലെന്താ ഉള്ളത്? അതൊക്കെ ഉണ്ടെങ്കിലേ അത് പറയാൻ പറ്റുള്ളൂ. മുത്തവല്ലിയാണോ അല്ലേ എന്നുള്ളത് അതിൻ്റെ കടലാസ് നോക്കിയാൽ അറിയാം. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഏതായിരുന്നാലും ഇങ്ങനെ വളരെ കെണിഞ്ഞ ഇതിൽ കൂടെയാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ എന്താ മദ്യത്തിൻ്റെ നിയമം? മദ്യം കുടിക്കുക. അപ്പം ഇവിടെ മറ്റെന്താണ് തൂഫാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൽ തൂഫാനിൽ ഇത് പെടൂല, മദ്യം പെടൂല എന്നാണ് വിഷയം. കുറഞ്ഞ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഡോസ് ഉണ്ടാക്കുന്ന ഈ ഇത് കുടിച്ചിട്ട് ഇങ്ങനെ ശീലിക്കലാണല്ലോ. അത് ശീലിച്ചിട്ട് പിന്നെന്താക്കാം, മറ്റൊരു അവിടെ തൂഫാൻ മതി, ഇവിടെ തൂഫാൻ വേണ്ട എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും അവരുടെ തലയിൽ അവർ വിചാരിക്കാതെ തന്നെ ഓരോ ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു നിലപാടിൽ കൂടെയാണ് നമ്മൾ ഈ സർക്കാരിനെയൊക്കെ നമ്മൾ കാണേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.